സോ നിങ്ങൾക്ക് ത്രല്ലല്ല എന്താണെന്ന് അറിയാമോ? ഇനി ബോംബർഡിനോ ക്രോക്കോഡീലോ എന്നുള്ള സംഭവങ്ങൾ എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് അറിയാമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒരിക്കലും മുഴുവനായിട്ട് കാണാൻ സാധിക്കില്ല. ഞാനിത് പറയാനൊരു കാരണമുണ്ട്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണാനുള്ള ക്ഷമ നിങ്ങൾ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് ഇത്രത്തോളം അപകടമെന്ന്. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ ഇനിയുള്ള ഇങ്ങനെ എന്ത് റീല് വന്നാലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയുന്നതായിരിക്കും. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം. സോ ഇങ്ങനെയുള്ള റീൽസിന് നമ്മൾ പറയുന്ന പേരാണ് ബ്രെയിൻ റോട്ട് റീൽസ്. ബ്രെയിൻ റോട്ട് റീൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിത് കാണുന്നത് നിങ്ങൾക്ക് പോലും അറിയില്ല എന്തിനാണ് കാണുന്നത്. വെറുതെ അങ്ങ് കണ്ടുപോകുന്നു, ഒരു ലക്ഷ്യവുമില്ല. വെറുതെ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കുറെ ചവർ കണ്ടന്റ്സ് ആയിരിക്കും നിങ്ങളുടെ ഫീഡിൽ ഉണ്ടാകുക. ബട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആരാണ് ഇങ്ങനെയുള്ള ബ്രെയിൻ റോട്ട് റീൽസുകളെല്ലാം ക്രിയേറ്റ് ചെയ്തത്? ഇത് ഏത് ഭാഷയിലാണ്? എന്താണ് ഇതൊക്കെ ഉദ്ദേശിക്കുന്നത്? അഥവാ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഇത് നിങ്ങൾ അന്വേഷിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിന്റെ പുറകെയെല്ലാം ഭയങ്കര വൃത്തികെട്ട അർത്ഥങ്ങളാണ്. എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ ബോംബർഡിനോ ക്രോക്കോഡീലോ എന്ന് പറയുന്ന ഈ ഒരു മീമിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഫലസ്തീനിലെ ഗാസയിലെ കുട്ടികൾക്ക് നേരെ ബോംബിടുന്നവർ. അവൻ വിശ്വസിക്കുന്നത് ദൈവങ്ങളിലല്ല, ബോംബുകളിലാണ്. ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു മീമിന്റെ അർത്ഥങ്ങളായിട്ട് വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും വിശ്വാസമാവുന്നില്ലായിരിക്കും, പക്ഷെ ഞാൻ പ്രൂഫ് അടക്കം കാണിച്ചു തരാം. സോ ഇതാണ് ആ ഗൂഗിൾ ട്രാൻസ്ലേഷന്റെ അർത്ഥം. ഇനി അടുത്തതായിട്ട് വരുന്നത് ത്രല്ലല്ലേ ത്രല്ലല്ല. ഇതിന്റെ അർത്ഥമായിട്ട് വരുന്നത് നശിച്ച ദൈവമേ എന്നാണ്. ഇതിന്റെ ട്രാൻസ്ലേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള മീമുകൾ ഉണ്ടാക്കുന്ന ആളുകളുടെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളിങ്ങനെ ഇരുന്ന് കാണണം, ബട്ട് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല ഇത് എന്താണെന്നോ ഇതിന്റെ പുറകെയുള്ള അർത്ഥം എന്താണെന്നോ. ഇപ്പോൾ റീസെന്റ് ആയിട്ട് മലയാളത്തിലും പല ബ്രെയിൻ റോട്ട് റീൽസുകൾ ഇറങ്ങുന്നുണ്ട്, ബട്ട് അതിനൊന്നും പ്രത്യേകിച്ച് അർത്ഥങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഇറ്റാലിയൻ മീൻസിന് പല വൃത്തികെട്ട അർത്ഥങ്ങളും ഉണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് അർത്ഥമൊന്നും മനസ്സിലായില്ല, നിങ്ങൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ കാണുകയാണ്. അങ്ങനെയുള്ളവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ഇത് നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ടാവും. അതിനുദാഹരണമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഒരിക്കലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ സാധിക്കില്ല, കാരണം നിങ്ങൾക്ക് ഒരിക്കലും ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ അറ്റൻഷൻ സ്പാം വളരെ കുറഞ്ഞിരിക്കും. നിങ്ങൾക്ക് മര്യാദയ്ക്കൊന്ന് പഠിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു ലോങ് വീഡിയോ പോലും നിങ്ങൾക്ക് മര്യാദയ്ക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇനി നിങ്ങൾ ഈ ഒരു റീലുകൾക്കെല്ലാം അഡിക്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ ഒരു ദിവസം ഉപയോഗിക്കാതിരിക്കുക. അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ഫോൺ എടുക്കാവൂ. അങ്ങനെ വെറും ഒരു ദിവസം പോലും നിങ്ങൾക്ക് അങ്ങനെ തള്ളി നീക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാര്യമായിട്ട് എഫക്റ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു സൈക്കോളജി എക്സ്പേർട്ടുമായിട്ട് സംസാരിക്കുക. സോ നിങ്ങളിങ്ങനെ ഈ ഒരു ദിവസം മൊബൈൽ യൂസ് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഡിക്ഷൻ ലെവൽ കുറച്ചെങ്കിലും കുറയുകയും അത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടന്റ്സ് നിങ്ങളുടെ ബ്രെയിനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നും അതിൽ നിന്ന് എങ്ങനെ റിക്കവർ ആവാമെന്നും നിങ്ങൾക്ക് 3 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു തന്നു. സോ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യുക. പകരം നല്ല എന്റർടൈനിങ്ങും ഇൻഫോർമേറ്റീവും ക്രിയേറ്റീവും ആയിട്ടുള്ള കണ്ടന്റ്സുകൾ ഫോളോ ചെയ്യുക. ഇനിയും ഇതിന്റെ അർത്ഥം അറിയാത്ത കുറെ ആളുകളുണ്ട്, അവരിലേക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും മറക്കരുത്, ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടോ, വീഡിയോ ലൈക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു ബ്രെയിൻ റോട്ട് കണ്ടന്റുകൾക്ക് അഡിക്റ്റ് ആണോ അല്ലേ എന്ന് കമന്റ് ചെയ്യുക.